ആരാ സ്തോത്രം പറയുന്നത്? ശ്രദ്ധിച്ച് പറയണം, സംസാരിക്കുന്നതിനിടെ കുഴപ്പി പറയരുത്. സ്തോത്രം പറയേണ്ട സമയത്ത് പറയണം. എല്ലാത്തിനും സ്തോത്രം ചെയ്യുവൻ എന്ന് വാക്യമുണ്ട്. എന്നാൽ ഇത് ഇടയ്ക്ക് പരുവക്കേടാക്കരുത്. ഈ വേദിയിലിരിക്കുന്ന ആദരണീയ കർത്തൃദാസന്മാർ, ഈ ബഹുമാനപ്പെട്ട സദസ്സ്, അതിഥികളായി വന്ന കർത്തൃദാസന്മാരും പ്രിയപ്പെട്ടവരും എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം. ഓൺലൈനിലും ചില പ്രിയപ്പെട്ടവരെ യോഗം പല രാജ്യങ്ങളിൽ ഇരുന്ന് കാണുന്നുണ്ട്. അവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ വന്ദനം. ഈ ശുശ്രൂഷയ്ക്ക് ക്ഷണിച്ച സഭയ്ക്കും കർത്തൃദാസനും ഒരിക്കൽ കൂടി നന്ദി. അതിന് മുഖാന്തരം നമ്മുടെ ഷിബിൻ പാസ്റ്ററാണ്, PIPയുടെ. അദ്ദേഹം മുഖാന്തരമാണ് പാസ്റ്ററുമായിട്ട് ഞങ്ങൾ സംസാരിച്ച് ഈ മീറ്റിങ്ങിനെ പറ്റി ധാരണ വന്ന് പ്രാർത്ഥനയോടെ ഇന്ന് വരാമെന്ന് അറിയിച്ചു. അവിടുന്ന് കരുണ ചെയ്തത് കൊണ്ട് ഞങ്ങൾക്ക് മൂവർക്കും, നിങ്ങളും പ്രാർത്ഥിച്ചു, ഇന്നിവിടെ വരുവാനിടയാണ്. ഇന്ന് വൈകിട്ടോടെ നിൽക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ വൈകിട്ട് എനിക്ക് കൺവെൻഷനുണ്ട്. ചെങ്ങന്നൂര് ടൗൺ അസംബ്ലി സപ്പോർട്ടിന്റെ കൺവെൻഷനാണ്. ഇന്നലെ തുടങ്ങി ദൈവം അനുവദിച്ചാൽ നാളെ വൈകിട്ടും 2 ദിവസം ഇവിടെ കൺവെൻഷൻ ശുശ്രൂഷിക്കണം. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു പകല് വരാം. അങ്ങനെ വരുവാൻ ദൈവം കരുണ ചെയ്തു. എല്ലാ ദൈവമക്കൾക്കായിട്ടും ദൈവത്തെ സ്തുതിക്കും. ഇന്ന് പകല് അല്പസമയങ്ങൾ ദൈവവചനത്തിൽ നിന്ന് ശാന്തമായിട്ട് നമുക്കൊന്ന് ചിന്തിക്കണം. അതിനെ ആധാരമായിട്ട് നമ്മൾ വായിച്ചത് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യമാണ്. ആ പദം ഇങ്ങനെ: ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവ ഇഷ്ടം. ദൈവത്തിന്റെ ഇഷ്ടവും നമ്മുടെ ഇഷ്ടവും ഇത് രണ്ടും കൂടെ യോജിച്ചു പോവുകയല്ല. ഞാനും നിങ്ങളുമെല്ലാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ഇഷ്ടത്തിനായി നമ്മൾ പ്രാർത്ഥിക്കും, ആഗ്രഹിക്കും. പ്രവാചകന്മാരോ പ്രവാചികമാരോ ഒക്കെ ശുശ്രൂഷിച്ചു വരുമ്പോൾ അവരുമായിട്ട് പ്രാർത്ഥിക്കുമ്പോഴും നമ്മൾ ഇങ്ങനെ വാചകങ്ങൾ പറയാറുണ്ട്: കർത്താവേ, അവിടുത്തെ ഹിതം എന്നെ അറിയിക്കണം, അവിടുത്തെ ഇഷ്ടത്തിനായിട്ട് എന്നെ സമർപ്പിക്കുന്നു. അതൊക്കെ നല്ലതാ. പക്ഷെ ഒരു 90% ആൾക്കാരും അവനവന്റെ ഇഷ്ടത്തിനാണ് ജീവിക്കുന്നത്. 10% മാറ്റുന്നത് എല്ലാ കാലത്തും ഒരു എല്ലാവരും വെള്ളം കുടിച്ച് ചത്തപ്പോൾ ഒരു 8 പേര് രക്ഷപ്പെട്ടു. എണ്ണി തിട്ടമെടുത്തിയ 6 ലക്ഷം പുരുഷന്മാര്, സ്ത്രീകളും കുട്ടികളും വേറെ. പക്ഷെ അതിലും 2 പേര് അങ്ങ് ചേർന്നു. എല്ലാ കാലത്തും ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ 90% പറഞ്ഞത്. ഒരു 10. അപ്പൊ 10ന്റെ കൂടെ ആയിരിക്കണം നമ്മളെല്ലാരും. 90ന്റെ കൂടെ കയറിയേച്ച് യോഗം കഴിഞ്ഞ് ഉടക്കൊണ്ടാക്കരുത്. ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവ ഇഷ്ടം. കാലുമടക്കി ശ്രദ്ധിച്ചിരിക്കണം. മോന്റെ പേരെന്നാ? ആശീഷ്. ആഷേർ, നല്ല പേരാണല്ലോ. ആഷേരെ, നിന്റെ ആഹാരം പുഷ്ടിയുള്ളത്, നീ രാജകീയ സ്വാദഭോജനം കൊണ്ട് തൃപ്തി വരുത്തുവെന്ന് ദൈവം നിന്നെ കാലെന്ന് പറഞ്ഞേ. അപ്പൊ ശ്രദ്ധിക്കുക, ദൈവത്തിന്റെ ഇഷ്ടവും നമ്മുടെ ഇഷ്ടവും. തൊടുകൈക്ക് ഒരു കാര്യം പറയാം. ദൈവത്തിന്റെ ഇഷ്ടവും നമ്മുടെ ഇഷ്ടവും. ഈ നമ്മുടെ ഇഷ്ടം പ്രാരംഭത്തിൽ നമുക്ക് നല്ലതാന്ന് തോന്നും. നിങ്ങളുടെ ഇഷ്ടമുള്ള ഒത്തിരി കാര്യം അതൊക്കെ നമുക്ക് പ്രാരംഭത്തിൽ തോന്നും നല്ലതാ, ദൈവം ഒരുക്കിയതാ, ദൈവം കൊണ്ടുവന്നതാ, ദൈവത്താൽ സംഭവിച്ചതാ, ഇത് ഭയങ്കരമാ, വിക്ടറിയ, ഇപ്പോഴത്തെ മോഡേൺ, എന്തെന്നില്ലാത്തൊരു സാന്നിധ്യമാ, അസാധ്യമാ. അപ്പൊ പ്രാരംഭത്തിൽ നമുക്കത് സന്തോഷമായിട്ടും വിടുതലായിട്ടും ആനന്ദമായിട്ടും തോന്നും നമ്മുടെ ഇഷ്ടം. പക്ഷേ
ഒടുവിൽ പലതും പലതും ദുഃഖത്തിൽ കലാശിക്കും, വേദനയിൽ അവസാനിക്കും, നിരാശയുടെ പടുകുടിയിൽ വീഴും. എന്നാൽ മറുവശം ദൈവത്തിന്റെ ഇഷ്ടം ഞാൻ അവിടെ വെക്കണ്ട, അവര് ഇവിടെ തന്നെ വെച്ചാൽ ഉള്ള വെളിച്ചം മതി, അവർക്ക് കാണും. ഇല്ല അവര് ഇല്ല ഇതാണ്ട് അങ്ങോട്ട് അങ്ങനെ നിങ്ങൾ ഇങ്ങോട്ട് അതാ നല്ലത്. എഴുന്നേറ്റ് നിരങ്ങാതെ ആശാരിഞ്ഞു ഇവിടെ ഇരിക്കും മോനെ. അച്ഛൻ്റെ അണ്ണ കമ്പം ചൂടിഞ്ഞോട്ട് കൊണ്ടുവരുന്നു, കുഴപ്പമൊന്നുമില്ല, കുഴപ്പമില്ല. ഞാനിപ്പോ എന്നാ പറഞ്ഞു നിർത്തി, നിരങ്ങിയപ്പോ അത് മറന്നുപോയി. എന്തോ ഞാനിപ്പോ പറഞ്ഞു നിർത്തി. നമ്മുടെ ഇഷ്ടം പ്രാരംഭത്തിൽ വിടുതലും നന്മയും സന്തോഷവും അനുഗ്രഹമാണെന്നൊക്കെ തോന്നും. പക്ഷെ ഒടുവിൽ പലതും ദുഃഖവും നിരാശയും വേദനയും തകർച്ചയാണ്. എന്നാൽ ദൈവത്തിന്റെ ഇഷ്ടം പ്രാരംഭത്തിൽ നമുക്ക് വേദനയായിട്ടും ദുഃഖമായിട്ടും നിരാശയായിട്ടും വേദനയായിട്ടൊക്കെ തോന്നും, പക്ഷെ ഒടുവിൽ ഏറ്റവും അനുഗ്രഹമാണ്. നമ്മളെ എല്ലാരും പാടുന്നൊരു പാട്ടുണ്ട്, നമുക്ക് ചേർന്ന് പാടാം. അത് ഇങ്കൽ കൈപാകിലും അന്ത്യമോ മധുരമത്രേയാതി ഇങ്കൽ അന്ത്യമോ മധുരമോ മരുളീശ നീ അത്രയും രക്ഷാസ്തോടൊരു കാര്യം പറയട്ടെ, ഒന്ന് അംഗീകരിക്കാമോ? ദൈവം നിങ്ങള് ഈ രണ്ട് സൈഡിൽ ഒന്നിരിക്കാമോ? കസാരി എടുത്തോണ്ട് ഇരിക്കുന്ന കസാരയും കൂടെ എടുത്തു. അപ്പൊ പിന്നെ ഇവിടോട്ട് 3 പേര് ഇവിടെയും 3 പേര് അവിടെയും. സൂപ്പർ. അല്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് പുറകോട്ട് നോക്കാം. 3 പേര് നേർക്ക് നേരെ നേർക്ക് നേരെ നേർക്ക് നേരെ. ഇന്നത്തേക്ക് എനിക്ക് വളരെ നിർബന്ധമായി ഓർഡർ ആയിരിക്കും. നിങ്ങള് പെൺപിള്ളേരിക്കും വരുന്ന ആഷറിനൊപ്പം ഇരുന്നു, ആഷർ അവിടെ ഇരുന്നു. അങ്ങനെ ഇനി സഭയെ വരുമ്പോ ഇതുപോലെ ഇരുന്നോണം എല്ലാരും. കല്ലെടുത്തെറിഞ്ഞ പോലെ അവിടെ എവിടെയും പോയിരിക്കരുത്. ദൈവം നിങ്ങൾ പറഞ്ഞ ഉടനെ എല്ലാവരും അനുസരിക്കുന്നുണ്ട് കേട്ടോ. ദൈവം അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹത്തിന്റെ ലക്ഷണമാണ്. ഒന്നുകൂടെ പറയാം, നമ്മുടെ ഇഷ്ടം പ്രാരംഭത്തിൽ നമുക്ക് സന്തോഷമായിട്ടും വിടുതലായിട്ടും അനുഗ്രഹമായിട്ടൊക്കെ തോന്നും, പക്ഷെ ഒടുവിൽ വലിയ വിനയായിരിക്കും. എന്നാൽ ദൈവത്തിന്റെ ഇഷ്ടം പ്രാരംഭത്തിൽ നമുക്ക് വേദനയായിട്ടും ദുഃഖമായിട്ടും പ്രയാസമായിട്ടൊക്കെ തോന്നും, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നീ ദൈവത്തെ അധികമായി സ്തുതിക്കും. ദൈവത്തിന്റെ മഹത്വം. അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം, കർത്താവേ അവിടുത്തെ ഇഷ്ടമില്ലാത്തതൊന്നും വേണ്ട. ഡയലോഗ് മാത്രം ചെയ്താൽ പോരാ, അതങ്ങനെ തന്നെ പോകണം. ദൈവത്തിന്റെ മഹത്വം. ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവ ഇഷ്ടം. ദൈവ ഇഷ്ടം. ഈ ദൈവത്തിന് ഇഷ്ടമുള്ള ധാരാളം കാര്യങ്ങളുണ്ട്. ഒരു കാര്യങ്ങൾ ആ ലേഖനത്തിൽ തന്നെ പൗലോസ് കൊടുത്തിരിക്കുന്നത് 4:3 വായിക്കുന്നത്, ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം. അതാ ഏറ്റവും ഇഷ്ടം. ദൈവത്തിന് ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ഇനി 5-ാം അധ്യായത്തിന്റെ 13 മുതൽ 22 വരെയുള്ള വാക്യശകലത്തിൽ ദൈവത്തിനൊരു 10 കൂട്ടം കാര്യം ഇഷ്ടപ്പെട്ടതായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. അവിടെ 10 കാര്യമാണ് പറഞ്ഞേക്കുന്നത്. 4:3 ശുദ്ധീകരണം, 5:13 മുതൽ 22 വരെയുള്ള വാക്യത്തിൽ 10 കൂട്ടം കാര്യം പറഞ്ഞിരിക്കുക ദൈവത്തിന്റെ ഇഷ്ടം. അതെല്ലാം ഒന്നും ഇപ്പൊ എടുക്കുന്നില്ല. തന്നെയല്ല, തിരുമേശ ശുശ്രൂഷകളൊക്കെ കഴിയുമ്പോൾ ഈ വാക്യങ്ങൾ നന്നായിട്ട് വായിച്ച് മിക്കവർക്കും ഹൃദിസ്ഥമാണ്.
എപ്പോഴും സന്തോഷിക്കുന്ന ദൈവത്തിന് ഇഷ്ടമാണ്. മോഹം കണ്ടാ മതി. ഇടപെടാതെ പ്രാർത്ഥിക്കുന്നതും ദൈവത്തിന് ഇഷ്ടമാണ്. എല്ലാത്തിനും സ്തോത്രം ചെയ്യുന്നതും ദൈവത്തിന് ഇഷ്ടമാണ്. സ്തോത്രം ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യം. യെശയ്യാപ്രവചനം വായിക്കണ്ട, 63 കിടപ്പോണ്ട് നീതി പ്രവർത്തിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമാണ്. നീതിയോടെ ജീവിക്കുന്നത്, നീതിയോടെ പ്രവർത്തിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമാണ്. പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 15 നിങ്ങൾ നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ പോഷത്വം മിണ്ടാനാക്കണം, അത് ദൈവത്തിന് ഇഷ്ടമാണ്. അതൊന്ന് വായിച്ചു തരും. പത്രോസിന്റെ 1-ാം ലേഖനം 2-15. നിങ്ങൾ നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ പോഷത്വം മിണ്ടാനാക്കൊണ്ട്, ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ പോഷത്വം മിണ്ടാനാക്കണം, ദൈവത്തിന് ഇഷ്ടം. നമുക്ക് 2 ഏക്കർ വസ്തു അല്ലെ 1 ഏക്കർ വസ്തു, ഉദാഹരണം ആ ഉടക്കുണ്ടാക്കാനല്ല, നമുക്ക് 1 ഏക്കർ വസ്തു അല്ലെ 1.5 ഏക്കർ 2 ഏക്കർ നിങ്ങളുടെ കുടുംബ സ്വത്തോ പിതാക്കന്മാരുടെ അവകാശമായിട്ട് നല്ല കാര്യം. നിങ്ങളുടെ വീടിന്റെ പുറകിൽ ഒരു 3-4 കുടുംബം, അവർക്ക് വഴിയില്ല. നിങ്ങൾ പെന്തിക്കോസും അവര് കോസിനകത്തല്ല. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, അത് നിങ്ങൾ പറഞ്ഞിട്ട് ഞാൻ അടുത്ത പോയിന്റ് പറയുള്ളൂ. പറ, ഉറക്കെ പറ. എങ്ങനെ കൊടുക്കണം? ഈ വന്ന കാലത്ത് ഇപ്പോഴത്തെ സാഹചര്യമൊക്കെ അനുസരിച്ച് അവർക്ക് ഒരു വണ്ടി പോകാനും വരാനും വിധത്തിലൊരു വഴി, 2-3 ഏക്കർ ഉണ്ടല്ലോ, ഈ വഴി അവർ ചോദിക്കാതെ കൊടുക്കണം. ശ്രീധര ഇതിലെ വഴി വെട്ടിക്കോളാൻ പറയണം. അല്ലെ മുസ്ലിങ്ങളാണ് അബ്ദുള്ള അതിലെ വഴി. എന്നിട്ട് പിറ്റേ ദിവസം നമ്മളെ ലഘുലേഖയായിട്ട് മുഹമ്മദ് ശ്രീധരൻ നമ്മളെ വിളിച്ചു കയറ്റും. അയ്യോ തങ്കച്ച ഇങ്ങോട്ട് വന്നാട്ട് കാപ്പി കുടിക്ക്, ഭാര്യയോട് പറയും ശാരദയെ കാപ്പി കൊടുക്കടി തങ്കച്ചന്. നമ്മൾ അവിടെ ഒരു പരസ്യോഗം നടത്തിയാലും അവർ മിണ്ടുകയല്ല. അവരോട് പറഞ്ഞ പറയും കസാര കൊണ്ടുതരും. നീ ഇതാ ഉള്ള വഴിയും കൂടെ അടച്ചു വെച്ചേ. ഉച്ച കഴിഞ്ഞപ്പോ തമ്പേറുമായിട്ട് ഇറങ്ങിയിരിക്കുക തമ്പിയുടെ ഹൃദയം. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അതോ ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? എന്തോ മനസ്സിലായി? പറ മോൻ, മനസ്സിലായോ? എന്തോ മനസ്സിലായി? പറ. അതാ 5-10 സെന്റ് ഉള്ളവർക്ക് ഒക്കത്തില്ല, ബുദ്ധിമുട്ട് വരും. 1.5-2 ഏക്കറില്ലേ? സ്തോത്രം. നമ്മൾ പിറ്റേന്ന് തമ്പിയുടെ ഹൃദയം ലഘുലേഖ പോലും വേണ്ട, അല്ലാതെ അവർ വിളിച്ചു കയറ്റും. ഒന്ന് പ്രാർത്ഥിച്ചു. ഇത് അവന്റെ വഴിയും കൂടെ അടച്ചു വെച്ച് നമ്മൾ കൊല്ലംപടി നീക്കുക. ഓടി വാ, അവൻ ഓടി വരും മെറ്റിലുമായിട്ട്. ഒറ്റയേറിന നിന്നെ മാമയ്ക്ക് മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞു? വാക്യം ഒന്നുകൂടെ ഉറക്കെ വായിച്ചേ, എല്ലാവരും കേൾക്കട്ടെ. ഈ ബൈബിള് കാണാമോ? ഇത്രയും ചെറിയ അക്ഷരം കാണാമോ? ഉറക്കെ വായിക്കും. നിങ്ങൾ നന്മ ചെയ്തുകൊണ്ട് മനുഷ്യരുടെ പോഷത്വം മിണ്ടാതാക്കണമെന്നുള്ളത് ദൈവേഷ്ടമാകുന്നു. നിങ്ങൾ നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത അപ്പുറത്ത് താമസിക്കുന്നവർക്കോ പരിചയപ്പെട്ടവർക്ക് പ്ലാവും ചക്കയില്ല. നിങ്ങൾ ഒരു ചക്ക ഇട്ട് ഒരുക്കി വേവിച്ച് അങ്ങേർക്ക് കൊടുക്ക, എല്ലാവരുടെയും കാര്യമല്ല. അരക്ക ചക്കയിൽ അരക്കുന്നതാണ്. ചകിണിയുണ്ട്, പിന്നെ ചകിരിയല്ലല്ലോ അതിനകത്ത്. നിങ്ങളൊരു ചക്ക ഒരുക്കി അങ്ങേർക്ക് ആഗ്രഹമുണ്ട്. അങ്ങേരുടെ അമ്മ പണ്ട് ചക്ക വേവിച്ചു കൊടുത്തതിന്റെ ടേസ്റ്റിലിരിക്കുക ആ പുള്ളി ഇപ്പോഴും. ഇടയ്ക്കിടയ്ക്ക് പുള്ളി പറയും എന്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ
അത് മിണ്ടാനും ഒക്കത്തില്ല. ഉടനെ ഇവര് വേറെ പറയാം, എന്നാ പിന്നെ ഇതിനെ എന്നെ കെട്ടേണ്ട കാര്യം. അങ്ങനെ പറയുന്ന സ്ത്രീകളുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ കയറ്റി കയറ്റി വർത്താനം പറയും. അത് പേടിച്ച് പുള്ളിയൊന്നും ചക്ക തിന്നില്ലെന്നേ ഉള്ളൂ, അലോഗ്യമില്ലല്ലോ. അപ്പൊ നിങ്ങൾ ചക്ക ഇടുന്നുമില്ല, എടുക്കുന്നുമില്ല. ചക്കയുടെ സീസൺ ആയതുകൊണ്ടാണ് ഇത് പറയുന്നത്. അപ്പൊ ഇല്ലാത്തവർ കാണാം, അവരോട് പറയണം, 2 ചക്ക ഇട്ടുണ്ടോ. ഇത് അവിടുന്ന് അതിൽ കിടന്ന് ഇരുന്ന് പഴുത്തീർന്ന് ചീഞ്ഞ് നാറിപ്പോയാൽ പോലും ഒരു കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ ശ്വാസം വിട്ടോ പിന്നെ അതിന് പ്രാർത്ഥിക്കണം. നിങ്ങൾ ഞാൻ കാര്യം പറയുന്നതേ ഉള്ളൂ. നിങ്ങൾ ഫ്രീയായിട്ട് ശ്വാസം വിടാൻ മതി. ശ്വാസം വിട്ടെല്ലാം കൂടെ ഇരുന്ന് പിന്നെ നെഞ്ചിന് വേദന ഉണ്ടായി. പിന്നെ ഞാൻ എനിക്ക് വലിയ കൃപയുള്ള ആളുമല്ല. നിങ്ങൾ നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ പോഷത്വം മിണ്ടാതാക്കണം. ദൈവഹിതമാണ്. നിനക്ക് 2 ഏക്കർ വസ്തുവുണ്ട്, നിന്റെ കൂടെ ആരാധിക്കുന്ന സാധു സഹോദരന് 1 സെന്റ് ഭൂമിയില്ല. ഭാര്യയും ഭർത്താവും പിള്ളേരും കൂടെ കുടുംബമായിട്ട് ആലോചിച്ച് പറയണം, പ്രാർത്ഥിച്ചു പറയണം, നമ്മുടെ കൂടെ ആരാധിക്കുന്ന ബ്രദറിന് നമുക്ക് 5 സെന്റ് സ്ഥലം കൊടുക്കാം. അമേരിക്കയിലോ ഗൾഫിലോ ഉണ്ട്, അവരോട് പറഞ്ഞാ നമ്മളൊരു വീടും കൂടെ വെച്ച് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുക. കാശുണ്ട് പറയണ്ടേ? നമ്മളതല്ല. പ്രാർത്ഥിക്കാം. നിങ്ങളെ ഗുഡ് ന്യൂസിൽ ഒരു പരസ്യം കൊടുക്കുക. വേണ്ടേ? പറ. സ്തോത്രം, സ്തോത്രം. നിന്റെ വീട്ടിൽ 3 ജോഡി സെറ്റ് കിടക്കുക. കൂടെ ആരാധിക്കുന്നവൻ ഒരു കാര്യം പോലും അവന്റെ വീട്ടിലില്ല. സെറ്റ് കൊടുക്കണ്ട, ഒരു 3 കസാര മേടിച്ചു കൊടുക്കരുതോ? പറ. എന്നിട്ട് അവിടെ ചെന്നിട്ട് കസാര ഇല്ലേ? കൂടെ ആരാധിക്കുന്നതല്ലേ. അവന്റെ വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് നീയും പോയ സെറ്റ് കൊടുക്കണ്ട. പിള്ളേര് ബന്ധുക്കാരും കൂടെ കൊടുത്തത് ചേർത്താ 3 ജോഡി തേക്കിന്റെ വേണ്ട. അഷ്ടിക്കസാര ഒരു 3 എണ്ണം മേടിച്ച് നിങ്ങള് ശ്വാസം വിട്ടോ, എന്നാലും ഇന്ന് പ്രതികരണ ശേഷി നഷ്ടപ്പെട്ടോ? സ്തോത്രം, സ്തോത്രം. നിങ്ങൾ നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ പോഷത്വം വേണ്ട. നീ ഇത് ചെയ്ത് അവൻ മിണ്ടുകയല്ല, മിണ്ടത്തില്ല. ഇത് അമ്പയർ അടിച്ചാലും അവൻ മിണ്ടുകയല്ല. അവൻ നീ നിന്റെ കാര്യം നോക്കട്ടെ, അവൻ പറഞ്ഞോളൂ. നീ ഇത് ചെയ്യാ. നമ്മൾ പരസ്യം കൊടുക്ക, സുവിശേഷ വിരോധികൾ കൊല്ലൻ പടി. നന്മ ചെയ്യണം. സ്തോത്രം, സ്തോത്രം. നന്മയും കൃപയും നിത്യവും എന്നെ പിന്തുടരും. നന്മയും കൃപയും വിണ്മയ വീട്ടിൽ നിത്യത മുഴുവൻ ഞാൻ വാഴും. വിണ്മയ വീട്ടിൽ നിത്യത മുഴുവൻ ഞാൻ വാഴും. അനുഗമിച്ചിടും ഞാനൻ പരലേ പരലേ. ഇന്നും എന്നും മാത്രമില്ലാത്ത വല്ലഭനേ. ഇന്നും എന്നും മാറ്റമില്ലാത്ത വല്ലഭനേ. ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തുവേശുവിൽ ദൈവ ഇഷ്ടം, ദൈവത്തിന്റെ ഇഷ്ടം. നിങ്ങൾ നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ പോഷത്വം $2 കോടിക്കും 5 കോടിക്കും വീട് പണിയുന്ന പെന്തിക്കോസുകാരുണ്ട്. നിന്റെ കൂടെ ആരാധിക്കുന്നവൻ ഒരു മുറി പോലും തേക്കാൻ നിർവാഹമില്ലാതെ, നല്ലൊരു കതക് വെക്കാൻ നിർവാഹമില്ലാതെ, ഒരു ബാത്റൂം പോലും ഇല്ലാതെ
എടാ 5 കോടിക്ക് വീട് പണിയുന്ന പെന്തിക്കോസുകാരാ, നിന്റെ പക്കൂടിന്റെ മറുവശം ചെയ്യുന്ന പെന്തിക്കോസുകാരുണ്ട്. എനിക്കറിയാവുന്ന ധാരാളം പേരുണ്ട്, നിങ്ങൾക്കും അറിയാം. ചെയ്യാത്ത ഏതേലും ചെയ്യുന്നവരുണ്ട്. സ്തോത്രം. പക്ഷെ അവര് പലരും പേരും പ്രശസ്തി ആഗ്രഹിക്കുന്നുമില്ല. അങ്ങനെയുള്ളവരുമുണ്ട്. ഒരു കുഞ്ഞോളച്ചമ്മ പണ്ട് പറഞ്ഞ ഉദാഹരണം ഒന്നുകൂടെ പറയാം, നിങ്ങൾ കേട്ടുള്ളതാ. കാട്ടിൽ ആന പ്രസവിക്കും, ആരും അറിയുന്നില്ല. അതേസമയം വീട്ടിലൊരു കോഴി മുട്ടയിട്ടേ കൊക്കി 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 ഉറങ്ങാൻ കിടന്നതിന്റെ ഉറക്കവും കൂടെ മുട്ടയിട്ട ചായപ്പരക്ക് വിറ്റ് നടന്ന് താക്കോല് കൊടുക്കുന്നു, വാങ്ങുന്നു, അത് കൊടുക്കുന്നു, ഫേസ്ബുക്കിലിടുന്നു, അതിലിടുന്നു. ഇതെല്ലാം കോലാഹലങ്ങളാണ് നടക്കുന്നത്. പക്ഷെ നന്നായിട്ട് ചെയ്യുന്നവരുണ്ട്. കൊടുത്തവനും മേടിച്ചവനും അറിയാം, പിന്നെ സർവജ്ഞനായ ദൈവത്തിനും അറിയാം. അങ്ങനെയുള്ളവര് ദൈവം ആദരിക്കും. അവരുടെ സന്തതിക്കും ദോഷം വരാൻ ദൈവം അനുവദിക്കത്തില്ല. കാരണം പുസ്തകത്തിൽ വേറൊരു വാക്യമുണ്ട്, അവന്റെ നീതി അവന് മുമ്പായി പോകുമെന്ന്. അങ്ങനെ യെശയ്യാപ്രവചനം 58-ാം അധ്യായത്തിൽ അമ്മാമ കണ്ടിട്ടുണ്ടോ വാക്യം? വായിച്ചേ. യെശയ്യാവ് 58 കണ്ടോ മോളെ? 58 എവിടാ? ഒന്ന് കാണാൻ പോലും. അവന്റെ നീതി അവന് മുമ്പായിട്ട് നടക്കുവന്ന്. പഴയ ബൈബിൾ ആയിരുന്നെങ്കിൽ ഇങ്ങോട്ട് താള് മറിക്കുമ്പോ ഇടതുവശത്ത് മേളില്ല. ഈ പുതിയ ബൈബിളൊക്കെ ആയതുകൊണ്ട് 59 അവന്റെ അത് എത്ര വാക്യമാ? 8-ാം വാക്യം. ദൈവരാശി ഉറക്കെ വായിച്ചേ. എന്ന് പറഞ്ഞാൽ വിശപ്പുള്ളവൻ അപ്പം നുറുക്കി കൊടുക്കണം, സാധുക്കളെ കണ്ടാൽ ചേർത്ത് കൊള്ളണം, അങ്ങനെ കുറെ കാര്യങ്ങൾ മുന്നിൽ പറഞ്ഞു. ഇതെല്ലാം ചെയ്തിട്ട് നീ അപ്പോൾ നിന്റെ ഉഷസ് പോലെ പ്രകാശിക്കും. അടുത്തത്, അത് നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊറുതി വരും, നിന്റെ നീതി നിനക്ക്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ നീ ചെല്ലുന്നതിന് മുന്നേ നീതി അങ്ങ് ചെല്ലും. ഞാന് തെറ്റിദ്ധരിക്കരുത്, ഇന്നിപ്പം രാവിലെ ഒരു ഫോൺ കോൾ വന്നു. അപ്പം ഒരാൾ വിളിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് പെട്ടെന്ന് മനസ്സിലായി. അപ്പൊ ചെറിയൊരു ഉദാഹരണം കേട്ടോ, ഓർമ്മ വന്നുകൊണ്ട് പറഞ്ഞു ചെറിയ. അപ്പം എൻ്റെ പേര് ഇന്നതാ, പേരൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ഇതൊക്കെ ലൈവ് ഉള്ളത് കൊണ്ട് വിളിക്കും, ബുദ്ധിമുട്ടുണ്ട്. അദ്ദേഹം വിദ്യാഭ്യാസ മേഖലയിലെ ഉന്നതനായ മനുഷ്യനാണ്. തീവണ്ടി യാത്രയിൽ ഞങ്ങൾ പരിചയപ്പെട്ടതാണ് കുറച്ച് നാൾ മുമ്പ്. എൻ്റെ ഓപ്പോസിറ്റ് അദ്ദേഹം വരുന്നത്. അദ്ദേഹം വേറൊരു വിഭാഗത്തിൽപ്പെട്ട ആളാണ്. സംസാരിച്ചു. അപ്പൊ അന്ന് എനിക്ക് വന്ന് കാനഡയിലാന്ന് തോന്നി ചെന്നപ്പം തന്നൊരു നല്ല പേന. ഇദ്ദേഹം വിദ്യാഭ്യാസ ഒരു ഉന്നതനായ മനുഷ്യനാണ്. ഞങ്ങൾ സംസാരിച്ചപ്പോൾ അന്നേരം എൻ്റെ അയാൾക്ക് പൈസ ഒന്നും ഇപ്പോൾ കൊടുക്കേണ്ട കാര്യമൊന്നും ഇല്ല. അപ്പം ഞങ്ങൾ സംസാരിച്ചു. പുള്ളി തുറന്ന് പറയാം, ഹൈന്ദവ പശ്ചാത്തലത്തിൽ ഞങ്ങൾ സംസാരിച്ചല്ലോ. അപ്പം ഞാൻ പോരാൻ നേരത്തെ എൻ്റെ അപ്പം പുള്ളിക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കണമെന്നൊരു ചിന്ത. ഈ പേനയാണ്. ഞാനങ്ങ് മറന്നുപോയി. ഇന്ന് രാവിലെ അദ്ദേഹം, പിന്നെ വർഷങ്ങൾ കഴിഞ്ഞ ഇന്ന് ഫോൺ വരുന്നത്. അപ്പം അദ്ദേഹം പറഞ്ഞു എന്നെ മനസ്സിലായി. ഞാൻ പറഞ്ഞു എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഓർമ്മ വരുന്നില്ല. ഞാൻ പറഞ്ഞു അന്നൊരു പേന തന്നത് ഓർക്കുന്നുണ്ടോ? അപ്പൊ എനിക്കൊരാൾ പ്രത്യേകമായിട്ട് തന്നൊരു പേനായ. അപ്പൊ ഞാൻ പറഞ്ഞു പേന തന്നതല്ല വിഷയം. അന്നിനോട് സുവിശേഷമൊക്കെ പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞാൽ നമ്മൾ തമ്മിൽ സംസാരിക്കും. ഞാനിപ്പോ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടില്ല. സ്തോത്രം. അദ്ദേഹം കേന്ദ്ര ഗവൺമെന്റുമായിട്ടുള്ള ബന്ധത്തില്ല. അത് അവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞത് ചെറുതാന്നേലും വലുതാന്നേലും നിന്റെ പ്രാർത്ഥിക്കനുസരിച്ച് നീ എന്തെങ്കിലും ചെയ്താൽ നിനക്ക് മുന്നമേ നീതി അങ്ങ് ചെല്ലും. സ്തോത്രം, സ്തോത്രം. നിങ്ങൾ നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ പോഷത്വം മിണ്ടാനാക്കണം.
കൊള്ളാം, പ്രായം പിള്ളേരുണ്ട്, അവരുടെ ഒരു മുഴുവൻ അടിച്ച് ഫ്രിഡ്ജിനകത്ത് കയറ്റരുത്. ഒരാഴ്ചത്തേക്ക് ഉണ്ടാക്കിയ മനുഷ്യണ്ടാക്കി ചൂടാക്കി തങ്കച്ചനെ കഴിച്ചു ഒരു ഗോത്രം പോലും പറയാതെ പുള്ളി ഇറങ്ങിയിരിക്കുക. പ്രായമുള്ള അപ്പനും അമ്മയും അടുത്ത വീട്ടിൽ അവര് ചിലപ്പോൾ ഹിന്ദുക്കളായിരിക്കും, മുസ്ലിങ്ങളായിരിക്കും, ആരും ആയിക്കോട്ടെ, മനുഷ്യരല്ലേ, പ്രായമുള്ളവരല്ലേ. ഇവിടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുമ്പോൾ സ്മെല്ല് വരികയല്ലേ. അപ്പൊ കാറ്റ് ആ ദിശയ്ക്ക് അടിക്കുകയാണ്, ചിലപ്പോൾ അവിടെ അവർക്ക് ചിലപ്പം അതിനുള്ള പരുവം ഇല്ലായിരിക്കും. ഒത്തിരി ഒന്നും കൊടുക്കാനൊക്കെ എന്നാലും ഒരു നമ്മളങ്ങനെ കൊടുത്ത പിന്നെ എല്ലാവർക്കും എന്നാ ഞാൻ ഇച്ചിരൂടെ പറഞ്ഞോട്ടെ. ഇപ്പോൾ നിങ്ങൾക്ക് ഇളക്കുന്നതായിരിക്കും കൂടുതൽ ഇഷ്ടം. അത് നമുക്ക് കേറ്ററിംഗ് എന്നൊരു 3-4 പിള്ളേരെ വിളിക്കണം, അവരാ നന്നായിട്ട് ഇളക്കല്ല അവിടെ അല്ലേ, ധാരാളം ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്, നന്നായിട്ട് അടി പിടിക്കാതിരിക്കാൻ. ഞാൻ എപ്പോഴും പറയും, ഓരോ പ്രസംഗങ്ങൾ കഴിയുമ്പോൾ ജീവിതത്തിന് ക്രമീകരണം ഒരു ബഹളം ഉണ്ടാക്കി വെച്ച് പോകുന്നതല്ലാതെ ഓരോ പ്രസംഗിക്കുന്ന എനിക്ക് കേൾക്കുന്ന നിങ്ങൾക്കും ജീവിതത്തിൽ ക്രമീകരണം വരണം. അങ്ങനെ വരുന്നെങ്കിൽ യോഗം വിജയമാണ്. മാത്രമല്ല സ്വർഗം സന്തോഷിക്കും. ദൈവത്തിന്റെ ഗീതം ഇതല്ലോ നിങ്ങളുടെ യേശുവിൽ ദൈവ ഇഷ്ടം, ദൈവത്തിന്റെ ഇഷ്ടം. തെസ്സലോനിക്ക ലേഖനം നമുക്കറിയാം. ഈ ലേഖനം പൗലോസിന്റെ 2ാമത്തെ മിഷണറി യാത്രയിൽ ആ തെസ്സലോനിക്ക സഭ ഉണ്ടാകുന്നത്. ആ തെസ്സലോനിക്ക സഭയിൽ ഉണ്ടാകാൻ കാരണം ഇവര് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്യം വേഗത്തിൽ വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 17-ന്റെ പ്രാരംഭ വാക്യം. തെസ്സലോനിക്കയിലെത്തി. ആ തെസ്സലോനിക്കയിൽ എത്തിയ സമയത്താണ് ഈ സഭ ആരംഭിക്കുന്നത്, തെസ്സലോനിക്ക സഭ. പൗലോസിന്റെ ശുശ്രൂഷയിൽ ഈ സഭ ആരംഭിച്ചു. ഈ തെസ്സലോനിക്ക വിശ്വാസികളുടെ വിശേഷതകളിൽ ഒരു വിശേഷത, ഇവരുടെ വിശ്വാസം വിശ്വപ്രസിദ്ധമായിരുന്നു. ഇവർ രക്ഷിക്കപ്പെട്ട് കൃപയിൽ വന്നു കഴിഞ്ഞപ്പോൾ നല്ല വിശ്വാസമായി. ഇവരുടെ വിശ്വാസം വിശ്വപ്രസിദ്ധം. 1:8 ചടികടാന്ന് വായിക്കണം. നിങ്ങളുടെ അടുക്കൽ കർത്താവിന്റെ വചനം മുടങ്ങി ചെന്നത് മക്കദോനിയയിലും അക്കായിലും മാത്രമല്ല എല്ലായിടവും നിങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം പ്രസിദ്ധമായി. എല്ലായിടത്തും നിങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം പ്രസിദ്ധമായി. നമ്മുടെ വിശ്വാസമായിരിക്കണം പ്രസിദ്ധം. വിശ്വാസം വിശ്വപ്രസിദ്ധമായിരിക്കണം. മറ്റു കാര്യമൊന്നും പ്രസിദ്ധമായില്ലെങ്കിലും ഇത് പ്രസിദ്ധമായിക്കൊണ്ടിരിക്കുന്നതെല്ലാം വേറെ വിഷയങ്ങളാണ്. അവിടെ കൗൺസിൽ നടന്ന ഭയങ്കര അടിയായിരുന്നു. ആ സഭയിൽ സെക്രട്ടറിയും പാസ്റ്ററും കൂടെ ബോൾത്ത, ഇതൊക്കെ അറിയുന്നു. കമ്മിറ്റിയിൽ ഒരുത്തൻ മറ്റവനെ കുത്തി. ആ സഭയിൽ ഒരു മുക്കുടിയൻ ഉണ്ടായിരുന്നു. അവൻ ഈയിടെ കുടിച്ച് ഓടയ്ക്കകത്ത്. ആ സഭയിൽ പ്രശ്നം ഉണ്ടാക്കുന്ന നുണയും കോതിയും തന്നെയാ പുള്ളിക്കാരി. ആ സഭയിലെ മൂപ്പനൊരു അച്ചായനുണ്ട്. അച്ചായൻ പുള്ളിയുടെ സ്വന്തം സഹോദരനുമായിട്ട് മിണ്ടുകയില്ല. നിങ്ങൾ ഇനിയും ശ്വാസം വിട്ട്, നിങ്ങൾ പിന്നെയും ശ്വാസം അടക്കിയിരിക്കുന്നു. ഞാൻ എന്നെ കൊണ്ട് കൂടെ എങ്ങനെ പറയില്ല. നിങ്ങൾ ഫ്രീ ആയിട്ടിരുന്നു. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയരെ, വിശ്വാസം വിശ്വപ്രസിദ്ധമായിരിക്കണം. ഇങ്ങനെ പറയിപ്പിക്കണം. ആ സഭയിൽ മരുന്നെടുക്കാത്ത ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു, യേശു സൗഖ്യമാക്കി. ആ സഭയിൽ നല്ലതുപോലെ ആരാധിക്കുന്ന ഒരു അപ്പച്ചനുണ്ട്. സ്തോത്രം. ആ സഭയിൽ നല്ലതുപോലെ വചനത്തിൽ തിട്ടമുള്ള ചില സഹോദരന്മാരുണ്ട്. ആ സഭയിലെ സൺഡേ സ്കൂളും എന്നെ നമ്പർ 1 പിള്ളേരെല്ലാം നല്ല തിട്ടവും നല്ല മിടുക്കര് പിള്ളേര്. ഇത് പറയിപ്പിക്കണം. സ്തോത്രം. ആ സഭയിലെ ദൈവമക്കൾ പ്രാർത്ഥിക്കും, നല്ല പരിജ്ഞാനത്തോടെ പ്രാർത്ഥിക്കും. അത് പറയിപ്പിക്കണം. ഇത് പ്രാർത്ഥിക്കാന്ന് പറയുമ്പോ ചുമ്മാ ഇല്ലേ ഈ എരുമ കാഷ്ടിക്കുന്നത് പോലെ അങ്ങ് പ്രാർത്ഥിക്കും. എരുമ കാഷ്ടിക്കുന്നത് ശ്രദ്ധിച്ചോണം.
നിൽക്കുകയല്ല. നിങ്ങളിപ്പോ ചിന്തിക്കുക, പുള്ളി സംസാരം അത്ര നല്ലതല്ലെന്നാ? അല്ല, അങ്ങനെ പറഞ്ഞെങ്കിൽ മര പറഞ്ഞല്ലേ കൊടിയിടുന്നേ. നല്ല കാര്യം പറയിപ്പിക്കണം. ആ സഭയിലെ ദൈവമക്കൾ നമ്മളൊരു പാട്ട് മതി, അവരന്ന് പാടി കൂടെ അത് പറയിപ്പിക്കണം. ആ സഭയിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ആ സഭയ്ക്ക് ആരാധിക്കുന്ന കുറെ ദൈവമക്കളുണ്ട്. ആ സഭയിൽ എല്ലാവരും കൂട്ടായ്മയ്ക്ക് വരും. ഇടമീറ്റിംഗ് വെച്ചാലും വെള്ളിയാഴ്ച വെച്ചാലും ഉപവാസ പ്രാർത്ഥന ആണെങ്കിലും സമയം സഭ നല്ല കൂട്ടമാണ്. ആ സഭയിൽ ഇരിക്കുന്ന ശുശ്രൂഷനെ അവർക്ക് ഭയങ്കര ബഹുമാനമാണ്. അത് പറയിപ്പിക്കണം. അവിടെ 7 ഭാഷ 4 കാല് വാരി വെച്ച് പുള്ളി എടുത്ത് മലത്തി അടിച്ചേച്ച് നെഞ്ചിന് കൂട് കുത്തി ശ്വാസം വിട്. നിങ്ങൾ എന്തിനിങ്ങനെ? നിങ്ങൾ സ്തംഭിച്ചിരിക്കുന്നതിന്റെ ഒരു കാര്യവുമില്ല. വിശ്വാസം വിശ്വപ്രസിദ്ധം. എന്നെ കേൾക്കുന്നവരെ, സമ്പത്തിനെ പറ്റി ആരും അറിഞ്ഞില്ലെങ്കിലും, മറ്റു കാര്യങ്ങൾ കുടുംബശ്രേഷ്ഠതയൊന്നും അറിഞ്ഞില്ലെങ്കിലും, വിദ്യാനിപുണന്മാരെ നല്ലതാ, അതൊന്നും അറിഞ്ഞില്ലെങ്കിലും നിന്റെ വിശ്വാസം എല്ലാവരും അറിയണം. നീ പ്രാർത്ഥിച്ചാൽ രോഗി സൗഖ്യമാക്കും, നീ പ്രാർത്ഥിച്ചാൽ അത്ഭുതം നടക്കും, നീ പ്രാർത്ഥിച്ചാൽ വിടുതലുണ്ടാകും, നീ പ്രാർത്ഥിച്ചാൽ നീക്കുപോക്കുണ്ടാകും. വിശ്വാസം വിശ്വപ്രസിദ്ധമാകട്ടെ. ഒരുത്ത പുതുതായിട്ട് സഭയിൽ വന്നാൽ അവൻ വിശ്വാസത്തിൽ ബലപ്പെട്ട് വേണം പോകാൻ. അവൻ പറയണം, നാളെ ഞാൻ അവിടെ പോകുമെന്ന്. ഇത് ആദ്യമായിട്ട് ഒരാൾ വന്നാൽ പറ, ഞാനും നീ അങ്ങോട്ട്, ഞാനവിടെ കുഞ്ഞുങ്ങൾ പോലും എന്നോട് വേണ്ടിയില്ല. സെക്രട്ടറി ആണെന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, പുള്ളിയുടെ ഭാര്യ പോലും ഇങ്ങനെ നോക്കി പോകുന്ന കണ്ട്. അവരെല്ലാം വലിയ പുള്ളിക്കാരാ. അതുകൊണ്ടാണ് നമ്മളോട് അങ്ങനെ പറയിപ്പിക്കരുത്. ആദ്യമായിട്ടും പുതുതായിട്ട് ഒരാൾ വന്നാൽ സഹോദരിമാരാണെന്ന് ചോദിക്കണം, സഹോദരിമാർ എവിടാ വീട്, ഇനി വരണേ, എന്തെങ്കിലും വിഷയമുണ്ടോ, പ്രാർത്ഥിക്കും, എവിടെ താമസിക്കുന്നത്, എവിടെ, ഞങ്ങളും ഒത്തെങ്കിൽ അങ്ങോട്ട്. സഹോദരന്മാര് വന്ന സഹോദരന്മാർ റോമാലേഖനം 10:8 യോഹന്നാൻ 3 ആദ്യമായിട്ട് വന്ന പുസ്തകക്രമം പോലും അവ യോഹന്നാൻ തപ്പി ഊപ്പാട് വരിക. മനസ്സിലാകുന്നുണ്ടോ? പിന്നെ ചില സഭയിലുണ്ടല്ലോ പുതുതായിട്ട് ആൾക്കാർ വരുന്നത് ചില ആൾക്കാർക്ക് ഇഷ്ടമല്ല, ഇഷ്ടമല്ലാത്തവരുണ്ട്. വേറെ 2 സഹോദരിമാർ വന്നാൽ ഈ സഹോദരിയുടെ സാധനം പോകുമെന്നൊരു, അതുകൊണ്ട് വേറെ ആരും ഇനി സഹോദരന്മാർക്കും ഉണ്ട്. അതിന് പണ്ട് സൈമൺ സാറ് പറഞ്ഞത്, അച്ഛന് കച്ചൻ വരുന്ന നേരത്തോ കൊച്ചച്ഛനോടി പരീയത്തു പോകണം. അച്ഛന് കച്ചൻ വന്ന കൊച്ചച്ഛൻ പരീയത്. സ്തോത്രം. സഭ ഉണർത്തപ്പെടണം, പുതിയ കുടുംബങ്ങൾ വരണം, സ്കൂളിൽ സുവിശേഷം പറയണം. അവസരം കിട്ടുമ്പോ പഠിക്കുന്ന സമയത്ത് പറയണ്ട, കൂട്ടുകാരുമൊക്കെ ആയിട്ടിരിക്കുമ്പോഴേ ഒത്തിരി വകുപ്പൊന്നും പറയണ്ട, യേശു രക്ഷിക്കുമെന്ന് പറയാം. അവര് കേൾക്കുവോ കേൾക്കാതിരിക്കുവോ? കൂട്ടുകാരോടെ സ്കൂളിൽ പറയുന്നില്ലെങ്കിലും കൂട്ടുകാരുമായിട്ട് യാത്ര ചെയ്യുമ്പോ അവര് അംഗീകരിക്കുവോ അംഗീകരിക്കാതിരിക്കുവോ അതാ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. വീട്ടിൽ ജോലിക്ക് വരുന്നവരോട് പറയണം, അല്ലാതെ നമുക്ക് ഇങ്ങനെ പണി കൊടുത്തോണ്ടിരിക്കുകയല്ല. ആ ഉള്ളി വിളിച്ചു വാടി തങ്കെ, ഞാൻ സവോളം കൂടെ വിളിച്ചു അവിടെ പൂത്തേച്ചു വാ. അറിഞ്ഞോ കാശ് കൊടുക്കുന്നതാ പറഞ്ഞോ, പക്ഷെ സുവിശേഷം കൂടെ. അങ്ങനെ നിന്റെ പ്രശ്നത്തിന് യേശു പരിഹാരം തരും. ഞാൻ ഇതിലും ദുരിതത്തിൽ കടന്നതാ, എന്റെ യേശു എന്നെ രക്ഷിച്ചത്. അത്തോളം പറഞ്ഞാൽ മതി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ തെസ്സലോനിക്കരുടെ വിശേഷത ഒന്ന്, ഇവരുടെ വിശ്വാസം വിശ്വപ്രസിദ്ധമാണ്. എല്ലാ ഭാഗവും എടുക്കുന്നത്. 2, ഇവരെല്ലാവർക്കും മാതൃകാ വിശ്വാസികളാ. മോളെ 1:7 വായിച്ചേ, മൈക്ക് ഓൺ ചെയ്തേച്ച് വായിക്കും. അങ്ങനെ നിങ്ങൾ മക്കദോനിയയിലും അക്കായയിലും
വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും മാതൃകയായി എല്ലാവർക്കും മാതൃകയാ. ഒന്ന് ഇവരുടെ വിശ്വാസം